കല്യാണം കഴിഞ്ഞ് നമ്മൾ പട്ടായ പോകുമെന്ന് ചോദിച്ചതാ. കല്യാണം കഴിഞ്ഞ് പട്ടായ പോകുമെന്ന് ചോദിച്ചതാ. ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ സായിക്കോട്ടെ. ഇനി ഞങ്ങൾ പടം ഇല്ല, ഞങ്ങൾ പോകുന്നില്ല. മൈക്കോ അല്ല, കല്യാണം കഴിഞ്ഞ് പട്ടായ വിടുമെന്ന് ചോദിച്ചതാ. കല്യാണം കഴിഞ്ഞാൽ പട്ടായ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പോയ ആളെ കണ്ടതിന് മേജറായിട്ടാണ്. അതെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിനൊരു വിഷമം മനസ്സിലാക്കുക. പട്ടായ നമുക്ക് സ്വർഗമാണ്. അതെ. അല്ല, ഞങ്ങളെ പട്ടായ പറഞ്ഞു വിട്ട് തന്നെ സ്നേഹയും ലിനും കൂടെയാണ്. ലിനുവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. അതായത് ഇവർക്ക് രണ്ടുപേരും ഒരു രാജ്യം എങ്ങനെയാണ് എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളെ പറഞ്ഞായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളെ പെങ്ങളെന്ന് പറഞ്ഞാൽ നമ്പരെ ഞങ്ങൾ ചതിക്കുന്ന പല സീക്വൻസ് വേണ്ട. നമ്മുടെ അഭിഷേക് ശ്രീകുമാറാ. ഞാൻ കല്യാണത്തിന് ഏത് കളർ സ്യൂട്ട് ഇടുന്നെന്ന് ചോദിച്ചിട്ട് അവൻ വിളിച്ചതാണ്. നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ബാക്കിയുണ്ടോ? കല്യാണത്തിന് ഒട്ടുമിക്ക ആൾക്കാരുണ്ടാവും. നമ്മൾ കാരണം ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ കല്യാണം ഇതുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കാരണം ന്യൂ ഇയറിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ചും കൂടി പറഞ്ഞു എത്താൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങൾ ചില ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് എല്ലാവരും വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഇതുവരെ കല്യാണത്തിന് ആരും ഒരു ഒഴിവൊഴിവൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വരട്ടെ. യമനേച്ചിക്ക് അന്ന് കേട്ടില്ല. എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ചോദ്യവും ആവശ്യമുണ്ടോ? കാരണം എൻ്റെ ഒരു നല്ല ദിവസമല്ലേ. അപ്പോൾ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട്? ഇല്ല, വിളിച്ചിട്ടില്ല. ഓപ്പറേറ്റർ എന്ന് പറയാൻ വിളിച്ചിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇല്ല, എൻ്റെ ആവശ്യമില്ലല്ലോ. കേട്ടില്ല. വളരെ സിമ്പിളായിട്ട് എൻ്റെ നല്ല ദിവസമാണ്. എന്നാലും ഞാൻ ആൻസർ വളരെ സിമ്പിൾ അല്ലേ. അതൊരു എന്താ പറയണ്ടത്, അതൊരു ഡെഡ് എൻഡ് ആണ്. ആ ടോപ്പിക്ക് ഞാൻ ക്ലോസ് ചെയ്ത കാര്യമാണ്. പിന്നെ നീ ചോദിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാം. അവിടെ വെച്ചാണോ അത് നമ്മൾ സംസാരിക്കേണ്ടത്? വളരെ സിമ്പിൾ അല്ലേ. ലോജിക്ക് വെച്ച് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതിയല്ലോ. ഇത്രയും മീഡിയ ഒക്കെ വരുന്ന സ്ഥലത്താണോ നമ്മൾ അങ്ങനെ? അത് നമുക്ക് പേഴ്സണലി പറയാൻ എത്രയോ സമയങ്ങളുണ്ട്. പിന്നെ അതുപോലെ ആ വിഷയം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വിഷയമാണ്. ഇവിടെ നോക്കിക്കേ, ഇനി ആവശ്യമില്ല നമുക്കത്. നമുക്ക് പുതിയ കാര്യങ്ങളില്ലേ. ഇപ്പോൾ എൻ്റെ ഏറ്റവും ഒരു നല്ല ഡേ അല്ലേ ഇത്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ടാവും. അപ്പോൾ ദൈവാനുഗ്രഹിച്ച് നമ്മളിപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ലാലേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ 2 തവണ ഞാൻ ശ്രമിച്ചു ലാലേട്ടനെ കണക്ട് ചെയ്യാനായിട്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത്. കാരണം ലാലേട്ടൻ്റെ നമുക്ക് 25-ാം തീയതി പടം റിലീസല്ലായിരുന്നോ? അപ്പോൾ ലാലേട്ടൻ ആ സമയത്ത് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പടത്തിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളോട് ലാലേട്ടൻ എനിക്ക് അന്ന് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ 4-ാം തീയതി നമ്മുടെ കല്യാണത്തിൻ്റെ അമ്മയുടെ ഫാമിലി മീറ്റാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കാരണം ലാലേട്ടൻ്റെ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടേ. ഉറപ്പായിട്ടും നമ്മൾ ലാലേട്ടനെ നേരിട്ട് തന്നെ ഉറപ്പായിട്ടും കാണാം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പോയി. താങ്ക് യു സോ മച്ച്.